തേനുണ്ടാക്കുന്നത് ആരാ? തേനീച്ചയല്ല. ഇതുവരെ തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്ക് മാത്രമേ കഴിയൂ. ഈ ഭൂമിയിൽ കോടാനുകോടി പൂക്കളിലും തേനുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷം ഈ ഭൂമിയിൽ പൂക്കളുണ്ട്, തേനുണ്ട്. ആ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല. എന്നിട്ടും ആ തേന് എല്ലാം ഭൂമിയിൽ പൂക്കളുടെ കൂടെ ഭൂമിയിൽ തൂവിപ്പോയിട്ടും എന്തേ ഭൂമിക്ക് മധുരമില്ലാത്തത്? 2 ദിവസേ തേന് നിൽക്കൂ. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് ഏറെക്കാലം നിൽക്കുന്നു. ഔഷധ ഗുണമുണ്ട്, അതിന് നല്ല മധുരമുണ്ട്. എങ്ങനെ? പൂവിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് ആ തേന് കെട്ടുപോകുമായിരുന്നോ? പക്ഷെ തേനീച്ച ആ തേന് ശേഖരിച്ച് തൻ്റെ എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് അത് നല്ല ഔഷധമാകുന്നു, മധുരമുണ്ട്, ഏറെക്കാലം നിൽക്കും. പൂവെന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്, തേനെന്ന് പറയുന്നത് അറിവുകളാണ്, തേനീച്ച എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അറിവ് സമ്പാദിച്ചിട്ട് അപ്പടി തലച്ചോറിന്റെ മടക്കുകളുടെ വലയിൽ കൊണ്ടുപോയി വെക്കരുത്. ഓർമ്മശക്തിയല്ല, അത് സ്വന്തമായ അനുഭവങ്ങളും സ്വന്തമായ യുക്തിയും സ്വന്തമായ ചിന്തയും സ്വന്തമായ വികാരങ്ങളും ചാലിച്ചിട്ട് അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് അത് അവന് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്.